ഹംസപ്പൊക്കെ നല്ലൊരു ഭാവി ഉണ്ടല്ലേ സിനിമയില്. ബോളകുളത്തിൽ ഹംസപ്പ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാളും എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹംസപ്പ് മാത്രമേ ഉള്ളൂ. ഞങ്ങള് വേറെ ഇതിലായിട്ട് ഇവരൊക്കെ ഉണ്ട്, ലാലും കുഞ്ഞാപ്പൂ അതേമാതിരി സാഹസത്തിൽ ഞങ്ങള് രണ്ടുപേരേ ഉള്ളൂ. ഹംസപ്പ് ഞാൻ പോയിരുന്ന അവിടെ ഉണ്ടായിരുന്നു, അതില് പെട്ടില്ല. കട്ടിങ് വന്നു, ഉണ്ടായിരുന്നു, സീൻ ഉണ്ടായിരുന്നു, കട്ടില് വന്നില്ല. അല്ല അവരെ കട്ട് ചെയ്ത് വന്നപ്പോ ചെറുത് അവരെ ബോഡി ഗാർഡൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവും അവിടെ. അവിടെ ഞങ്ങള് മറ്റേ ബോഡി ഗാർഡ് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ഫ്ലാറ്റ് ഒക്കെ ഉണ്ടാവില്ല, അവിടെ സെക്യൂരിറ്റിന്റെ നല്ല ചേരും. ഏറ്റവും കൂടുതൽ റോള് ചെയ്യാൻ ഞാൻ അതന്നെയാണ് ഞങ്ങള് സെക്യൂരിറ്റിന്റെ ചെയ്യല്. അതൊക്കെ സെക്യൂരിറ്റിയുടെ ചെയ്യല്. അല്ലെ റീൽസിൽ ഞങ്ങള് കൊറേ സെക്യൂരിറ്റി വേഷം ചിലപ്പോ അതായിരിക്കും എന്റെ മൈൻഡിലേക്ക് വന്നത്. ആ വേഷം വരെ ഞാൻ അങ്ങ് ഇമാജിൻ ചെയ്ത്, അപ്പൊ ശരിക്കും ഞാൻ കണ്ടിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്. സെറ്റാ ഒന്നും കണ്ടിട്ടില്ല. ഈ പരിപാടിക്ക് വന്നപ്പോഴേ വേഗം പോയി കണ്ടിക്കാണേ. ശരിക്കും ഫാമിലിയിലുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാ ഞങ്ങൾക്ക്? നല്ല സപ്പോർട്ടാണ്. അവര് എപ്പോഴെങ്കിലും പറയോ അവർക്ക് ചെയ്യണം? ആഗ്രഹമല്ല, അങ്ങനത്തെ ആഗ്രഹമല്ല. പക്ഷെ എന്താ നമ്മളെ എന്റെ വീട്ടിലൊക്കെ ഫുൾ സപ്പോർട്ടാണ്. രണ്ട് മക്കളായാലും ഭാര്യയായാലും ഒക്കെ ഫുൾ സപ്പോർട്ട്. മക്കളെ പിയാപ്പിളമാരായാലും ഒക്കെ അടിപൊളിയാണ്. ശരിക്കും ഞങ്ങൾ അവിടെയൊക്കെ പോകുമ്പോ വലിയ സെലിബ്രിറ്റി ആയൂല്ലേ? അവിടുന്ന് മരുവന് കാണാൻ വന്നിരുന്നല്ലോ ഞങ്ങള് മരുവൻ. എന്നിട്ട് ഒരു കെട്ട് സാധനം എന്നിട്ട് ആകെ ലോഡ് കൂടിയിട്ട് അവിടെ വെച്ച് പോതാ കൊറിയർ കിട്ടൂ ലാസ്റ്റ്. ശരിക്കും നോക്കി കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്ത് അവിടെയൊക്കെ പോകുമ്പോ ഉപ്പ എന്താ ചെയ്യണേ ഞാൻ ചോദിച്ചോക്കെ എന്താ പറയാ? എങ്ങനെ ഇപ്പൊ മക്കളോട് ചോദിക്കാ ഉപ്പ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ മക്കൾ എന്താ പറയാ? മക്കള് പറയും കാണിച്ചു കൊടുക്കും. എന്ത് പറയാ? കോമാളിത്തരം കാട്ടിലൊക്കെയാണ് ഫാറൂഖിന്റെ ഇപ്പം മുനിയറിന്റെ ഒപ്പം. ഇല്ലല്ല അങ്ങനൊന്നും പറത്തില്ല. അവരോടും ചോദിക്കൂല. അതെല്ലാ ഈ ഫീൽഡിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ചോദ്യചിഹ്നാണ്. എന്താണ് പണിന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാനൊരു മടിയാ. അതെ, നിങ്ങൾ എന്ത് പറയും? പിന്നെ ഞാൻ വേറെ ഇതില് പറഞ്ഞിരുന്നു, ഞാന് എന്താ കുറച്ച് പ്രായമായ ആൾക്കാർ ചോദിക്കുമ്പോ ഇങ്ങനെ കടകളുടെ ഒക്കെ പരസ്യം ചെയ്യണ പരിപാടിയാണ്, പരസ്യം ചെയ്യണ പണിയാണ്. അപ്പൊ ഓർക്ക് അത് പറയുമ്പോ മനസ്സിലാവും. അല്ലെങ്കിൽ എന്റെ ഇപ്പഴക്കം പറയും ഫാറൂഖ് രാവിലെ കാറിൽ കയറി പോണാണ്, എന്താ എനിക്കറിയില്ല. ആ പരിയിലായിരുന്ന സമയത്തേ അന്ന് ഇന്റെ അടുത്ത് വണ്ടിയില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ടീം വരും, ഉദ്ഘാടനമൊക്കെ ഉണ്ടെങ്കിൽ കാർ കൊണ്ട് വരും, ഞാൻ അതിൽ കയറിയാണ് പോകും. പിന്നെ വൈകുന്നേരം വരിക. അത് കാര്യങ്ങളൊക്കെ നടക്കണുണ്ട്, വേറെ പണിക്കൊന്നും പോണില്ല. വീട്ടില് ഇപ്പൊ പൈസ കഴിക്കുകയാണെങ്കിലും കുട്ടികളെ കൊണ്ടല്ലേ നടക്കുന്നുണ്ട്, മക്കളെ സ്കൂളിൽ എല്ലാം നടക്കും. പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലെ? പിന്നെ അങ്ങനെ ആരൊക്കെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ വീഡിയോ കാണാറില്ല. ഇല്ല, അവരടുത്ത് സാധാ ഫോണാണ്. പിന്നെ ഈ ഗ്യാസും ഇതൊക്കെ എടുക്കാൻ വേണ്ടിട്ടാണ് അവർക്ക് ഞാൻ മറ്റേ ഫോണ് റെഡി ആയി കൊടുത്തത്. ഓക്കെ.